ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ എനിക്ക് നല്ല പനിയായിരുന്നു. ഇവിടെ എനിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്ക് എല്ലാം പനിയായിരുന്നു. ഇത് ഒരു സാധാ ജലദോഷപ്പനി ഒന്നല്ല, നല്ല എന്താ പറയുക, ഒരു ഒന്നൊന്നര പനി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പനിയായിരുന്നു. അതാണ് വീഡിയോ ഇടാൻ ചെറിയൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ. അത് കാരണം അതിൽ ഈ ആഴ്ച ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനന്ന് ആ വേഷ്ടി മുണ്ടും പുതുത് വന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ, അതിന് ശേഷം തുടങ്ങിയ പനിയാണ്. അപ്പോൾ അത് ഞാനൊരു ലോങ് വീഡിയോയിൽ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുൻപ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വീട്ടിൽ ഉള്ളൊരു മോർണിംഗ് റൂട്ടീനും അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ വേസ്റ്റ് മുണ്ടൊക്കെ കാണിക്കുന്നതൊക്കെ കൂടിയിട്ടുള്ളത്. പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് ലോങ് വീഡിയോ അല്ലേ, അപ്പോൾ കുറേ നേരം ഇരിക്കണ്ടേ, അപ്പോഴേക്കൊന്നും എനിക്ക് തീരെ വായിക്കില്ലായിരുന്നു. പിന്നെ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട കാരണം ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ ഇട്ട്, അപ്പോൾ ഈ ഒരാഴ്ചയിൽ എൻ്റെ സാന്നിധ്യം അറിയിച്ചെന്ന് മാത്രം. അപ്പോൾ അന്ന് എടുത്തു വെച്ച വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാതെ ഇപ്പോഴും എൻ്റെ മൊബൈലിൽ അങ്ങനെ കിടക്കുകയാണ്. അതിനിപ്പോൾ എഡിറ്റിംഗ് ഒന്നുമില്ല, അത് നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. അപ്പോൾ രാവിലത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് തുടക്കലൊന്നുമില്ല, ഇനി വേഗം പോയിട്ട് കുളിക്കട്ടെ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കുത്താമ്പുള്ളിയിൽ പോകണം. അപ്പം രാവിലെ അങ്ങ് എഴുന്നേറ്റ് അടിച്ചു വാരൽ കഴിച്ചതാണ്, ഇനി തുടക്കലൊന്നുമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി, വേറെ കുക്കിംഗ് ഒന്നുമില്ല. പിന്നെയാണെങ്കിലോ നല്ല മഴ, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ. രാവിലെ കുറച്ച് നേരം ഒന്ന് മാറിയേ ഉള്ളൂ, അപ്പോൾ വീണ്ടും ഭയങ്കര മഴയാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ശബരിമലയ്ക്ക് സൂര്യനും ഒക്കെ എല്ലാവരും കൂടി പോണതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണല്ലോ അല്ലേ, അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ഒരു വീഡിയോ. ശബരിമലയിൽ പോയത് 2 ദിവസം കഴിഞ്ഞപ്പോഴേ അവർ തിരിച്ചെത്തി. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും വീട്ടിലും പോയി കേട്ടോ. യാത്രയൊക്കെ അവരുടെ സുഖമായിരുന്നു, നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, എന്നാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. എല്ലാം കൊണ്ടും സന്തോഷമായിട്ടാണ് തിരിച്ചൊക്കെ വന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഒഴിച്ചു ദോശയാണ്. ഒഴിച്ചു ദോശയും തേങ്ങാ ചമ്മന്തിയാണ്. കുത്തമ്പള്ളിയിലേക്ക് ചേച്ചിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഞാനെന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഒരേ സ്വഭാവക്കാരാണ്, കട്ടയ്ക്ക് നിൽക്കും. എത്ര ഷോപ്പിങ്ങിനായിട്ട് നടന്നാലും അങ്ങനെ മടുക്കില്ല. പ്രത്യേകിച്ച് സാരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കല്ലേ, അതിന് സെലക്ഷൻ നടത്തുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഇനി ഞങ്ങൾ വേഗം ചായ കുടിക്കട്ടെ, എന്നിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങട്ടെ. ഇനി കുത്താമ്പുള്ളി പോണ വഴിക്ക് നമുക്ക് കാണാം, വണ്ടിയിലിരുന്ന് കാണാം. ഇന്നത്തെ പോക്ക് ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് പാലക്കാട്ടേക്കല്ലായിരുന്നു, കുത്താമ്പുള്ളിക്കല്ലായിരുന്നു. പാലക്കാട് നിന്നേ വരുള്ളൂ കുത്താമ്പുള്ളി എന്നുള്ളത്. കുത്തമ്പുള്ളിക്കല്ലായിരുന്നു, വേറെ സ്ഥലത്തേക്കായിരുന്നു. പക്ഷെ മഴയും ഭയങ്കര റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്തിന് പോവാന്ന് പ്ലാൻ ഇട്ടിട്ട് എന്നോ പ്ലാൻ ചെയ്തതാണ്, ഇതുവരെ നടന്നിട്ടില്ല. രാഗി പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാഗി ഇനി എന്നാ വരാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ എവിടെ ഈ സ്ഥലം? അപ്പോൾ ഇതിന് മുൻപ് ഉള്ള ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്പിളി പറഞ്ഞിട്ടൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടീൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ അല്ലേ? അപ്പം എന്നാൽ ശരി, നേരിട്ടങ്ങ് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പോണ സമയത്ത് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ചോദിക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വണ്ടിയുടെ മോഡൽ പറഞ്ഞിട്ടും ഏതാ ബ്രാൻഡ് എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ടാറ്റന്റെ ടിയാഗോ ആണ് ഏറ്റവും ടോപ്പ് എൻഡിലെ തൊട്ട് താഴെയുള്ള മോഡൽ, അതായത് സെക്കൻഡ് വേരിയന്റ്. ഓക്കെ, ഇനി കാറിന്റെ വില എത്രയെന്നുള്ളതാണ് അടുത്ത ചോദ്യം. വില നമുക്കത് 10.85 വന്നിട്ടുണ്ട്, 10,85,000 സെക്കൻഡ് വേരിയന്റിന്. ഫസ്റ്റ് വേരിയന്റിന് 11 ലക്ഷത്തിന്റെ മേലുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ കിട്ടും ഇതിന്? ഫുൾ ചാർജ് എത്രയാണ്? ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 200 കിലോമീറ്ററിന്റെ മേലെ കിട്ടും. റോഡിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. ചെറിയ റോഡ് കൂടെ ഒക്കെ പോകണമെങ്കിൽ ഒരു മാക്സിമം 200-210 കിലോമീറ്റർ കിട്ടും. നല്ല റോഡാണെങ്കിൽ ഒരു 250 കിലോമീറ്ററിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. 250? നല്ല റോഡാണെങ്കിൽ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ 250ഓളം കിട്ടും. ഫുൾ ചാർജ് ആവാൻ എത്ര അവേഴ്സ് ആണ്? നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ 8 മണിക്കൂർ വേണം.
പുറത്തുനിന്ന് ചെയ്യണമെങ്കിൽ 1-1.25 മണിക്കൂർ മതി. പക്ഷെ പുറത്തുനിന്ന് ചെയ്യുമ്പോ അത് 1-2 പ്രാവശ്യം ചെയ്താൽ നിർബന്ധമായും നമ്മള് വീട്ടിൽ നിന്ന് മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യണം എന്നാണ് അവിടുന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ബാറ്ററിക്ക് അത് കംപ്ലൈന്റ് ആണ്, ബാറ്ററി ലൈഫിന് അത് പ്രശ്നമാണ് അല്ലേ. എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ചെയ്യാനാണ്. അതാണെങ്കിൽ 6-7 മണിക്കൂറോളം വേണം. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ചെയ്തേ പറ്റൂ. പുറത്തുനിന്ന് ചെയ്യുമ്പോ ഫുൾ ചാർജിങ്ങിന് എത്ര സമയം എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ എന്തിനെങ്കിലും നിർത്തിയിരുന്ന സമയത്ത് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യണത് നോക്കിയാൽ മതി അല്ലേ. പിന്നെ പുറത്തുനിന്ന് ചെയ്യുമ്പോ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ 400-450 രൂപന്റെ ആ റേഞ്ച് വരും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളും ഇതും കൂടിയിട്ട് പെട്രോളിന്റെ അതും കൂടിയിട്ടുള്ള അങ്ങനത്തെ മോഡലുകളും ഇല്ലേ? ഇല്ല, അങ്ങനത്തെ ഇല്ല. ഓൺലൈൻ ഈ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ മാത്രം, രണ്ടും കൂടെ ഇല്ല അല്ലേ. ഓക്കെ. പിന്നെ ഇത് ചാർജിങ്ങിന് നമ്മളെ വീട്ടിൽ വെക്കണമെങ്കിൽ അതിന്റെ രീതിനെ പറ്റിയിട്ടൊന്ന് പറയും. അതായത് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ചാർജിങ് സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ പ്ലഗ് വെക്കുന്നതിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ അതിന്റെ രീതി. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടാറ്റ ഇപ്പൊ ഏതാ വണ്ടി എടുക്കുന്ന വിചാരിച്ചാല് അവരെന്നെ വന്നിട്ട് അതിനുള്ള പ്ലഗ് മോഡുകളെല്ലാം അവർ ഫിറ്റ് ചെയ്ത് തരും. അവിടെ നമ്മള് സോക്കറ്റ് അങ്ങനെ നമ്മൾ വെക്കണം നിർബന്ധമില്ല, അവര് അത് ചെയ്തു തരും. അത് മെയിൻ ഇതെന്താണ് മെയിൻ നമ്മുടെ മറ്റേ മീറ്ററിലുള്ള ഇതിന്ന് ഡയറക്റ്റ് DB ന്നും ഒക്കെ കണക്ഷൻ വേണം അതിന്, എന്നാലേ അത് പവർ താങ്ങുള്ളൂ. അതിനനുസരിച്ചിട്ട് ചെയ്തിടണം. ചിലവര് വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തിടും ഇതെല്ലാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ടാറ്റന്റെ അവരത് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇപ്പൊ പെട്രോളിന്റെ വില, അതിന് പെട്രോളിന്റെ വിലയും ഈ ഇലക്ട്രിസിറ്റി ആ ചാർജും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നല്ലത് ഇത് തന്നെയാണ് നല്ലത് നമുക്ക് തോന്നുന്നത്. ഇലക്ട്രിക് അല്ലേ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. നമ്മള് ശബരിമല പോകുമ്പോ ഞങ്ങൾ 2 പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് ഫുൾ ചാർജ് ചെയ്തു, ഇങ്ങോട്ട് വരുമ്പോഴും ഒന്ന് ഫുൾ ചാർജ് ചെയ്തു. മൊത്തം ഒരു 450-900 രൂപന്റെ ചാർജിങ് ചെയ്തത്. അതിപ്പോ ഞങ്ങള് മറ്റേ പെട്രോൾ വണ്ടി ആണെങ്കിൽ 4,500-5,000 രൂപന്റെ പെട്രോൾ അടിക്കണം. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ ഇതേപോലെ പോണ പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റൂല. ഫുൾ ചാർജ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതി വെക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങള് പോകുമ്പോ അതായത് ഇന്നലെ മിഞ്ഞാന്ന് രാത്രി കറണ്ട് പോയതാണ്. മിഞ്ഞാന്ന് രാത്രി കണ്ടിട്ട് ഇന്നലെ കറണ്ട് കുറച്ചു നേരം വന്നു. അപ്പൊ ഞങ്ങൾക്ക് കുത്തിവെക്കാൻ പറ്റിയില്ല, ഫുള്ളായിട്ടില്ല. അപ്പൊ ഇനി ഇവിടുന്ന് പുറത്ത് പോണ സമയത്ത് എവിടെന്നെങ്കിലും ഫുൾ ചാർജ് ചെയ്തിട്ടാണ് പോവാന്. ഇതിന്റെ പോയിന്റ് ഇങ്ങനെ ചെയ്യുന്ന, അതായത് പെട്രോൾ പമ്പിന്റെ അതേപോലെ തന്നെ ഇതിനും ചാർജിംഗ് സ്റ്റേഷൻ കുറവാണ്. പെട്രോൾ പമ്പിന്റെ അത്ര സ്റ്റേഷൻസ് ഇല്ല. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അത് ഫ്യൂച്ചറിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മളത് നോക്കിയിട്ട് പോണം. അതിനൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നോക്കിയിട്ട് പോണം, ഇത് എവിടെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് പോണം. അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇപ്പൊ കുറച്ച് പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അതേപോലെ കുറച്ച് ചാർജ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ചാർജിങ് സ്റ്റേഷൻ നോക്കി വെക്കണം. 20% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇതേപോലെ മഴക്കാലത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ട് മൊത്തം കറണ്ട് പോയിട്ട് 1-2 ദിവസമൊക്കെ കറണ്ട് ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ ഇത് അതിനൊരു അത്ര ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അല്ല അതിന്റെ ഇടയിലെങ്കിലൊക്കെ കറണ്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു മിനിമം ചാർജ് കിട്ടിയാൽ മതി. പിന്നെ അടുത്ത ചാർജിങ് സ്റ്റേഷൻ വരെ ഉള്ളത്, അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് അത്ര മാത്രമാണ് ഇതിന്റെ ദോഷങ്ങളായിട്ടുള്ള ഉള്ളത് അല്ലേ. ഡ്രൈവിംഗ് നല്ല സുഖമാണ്, കംഫർട്ടാണ്, നല്ല കംഫർട്ടാണ്. മറ്റേ വണ്ടീന്റെ പോലെയല്ല, നല്ല സുഖമായിട്ട് പോകാം. പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേഡീസിനൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ടിയാഗോ എന്താ വെച്ചാൽ കുറച്ച് നല്ല കാണുമ്പോ ചെറിയ വണ്ടിയാണെങ്കിൽ ഉള്ളിൽ നല്ല സൗകര്യമാണ്. പിന്നെ നല്ല സീറ്റൊക്കെ നല്ല ഹൈറ്റ് ആണ്. നമ്മൾ വലിയൊരു വണ്ടിയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്പിളി കാര്യങ്ങള്. വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂ പറയുമോ എന്നുള്ളത്. എനിക്ക് പേര് ഓർമ്മയില്ല. ഇപ്പൊ അമ്പിളിയുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളൂ കേട്ടാ. അപ്പൊ ശരി. വണ്ടി ഏതാണ് ആ നിക്കണതാ? അല്ല, അതല്ല. അങ്ങോട്ട് തിരിയുന്നോട് വിളിക്കണോ? അങ്ങടാണോ തിരിയണ്ടേ? അങ്ങോട്ട് അങ്ങടാണ്. തിരിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ലക്കിടിയിൽ എത്തിയിട്ട് ലക്കിടിയിലാണ് ചേച്ചി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചേച്ചി സുനിയേട്ടനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചീനെയും കൂട്ടിയിട്ട് ഇനി ഷോപ്പിങ്ങിന് പോവാണ്. ഇതിലിപ്പോൾ ഷോപ്പിങ്ങിന് പോകണ എല്ലാ ഭാഗമൊന്നും കാണിച്ചിട്ടില്ല. മെയിനായിട്ട് ഞങ്ങൾക്ക് എന്താണ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഒന്ന് കാണിക്കണം. അതായത് അവിടെ പോയിട്ടൊന്ന് അവരായിട്ട് നന്നായിട്ട് സംസാരിച്ച് അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ തറിയും കാര്യങ്ങളും ഞാൻ മുൻപ് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ കുത്തമ്പള്ളി പോകുമ്പോഴുള്ള കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി വിസിറ്റ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണമെന്നുണ്ട്. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് പോണത്. വീട് ആവണുള്ളൂ. ഞങ്ങൾ ആദ്യം വെച്ചത് ആ വീട് ആദ്യം വെച്ചാൽ അവര് വന്നിട്ടില്ല. അതൊക്കെ ഫ്രീ ലോൺ വീഡിയോ എടുക്കണ്ടേ? വീഡിയോ എടുത്തോട്ടെ. പോയി. ഞാനിങ്ങനെ പെർമിഷൻ ചോദിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യുക. ആ വീഡിയോ ഇതിലിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരുടെ അടുത്തും വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. കണ്ടിക്കുണ്ട് നാടാവ് പണി കണ്ടിക്കിട്ട് നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്ത് നോക്കാം. കണ്ടിക്കിട്ടായിരുന്നോ? കണ്ടിക്കൊക്കെ ചേച്ചി നെയ്യാതെ അറിയില്ലല്ലോ. ജസ്റ്റ് കൈ ഇതാണ്ട് ഇത് അവിടെ പെടലുണ്ട്. അടിയിൽ 2 പെടലുണ്ടാവും. അതിൽ കാല് വെക്കും. 2 കാല് അപ്പുറത്തപ്പുറത്ത് വെക്കും. ആ വിരലതിൻ്റെ ഉള്ളിൽ കിട്ടുള്ളൂ. എന്നിട്ട് അപ്പുറത്ത് അമർത്തിയിട്ട് ഇങ്ങോട്ട് വലിക്കുക. ഇങ്ങോട്ട് വലിക്കുക. ആ ഈ കാര്യം വന്നിട്ട് അങ്ങോട്ട് വലിച്ചാൽ മതി. ഇങ്ങോട്ട് വലിക്കുക. മെല്ലെ വലിച്ചാൽ മതി. ഈ കാര്യം ലെഫ്റ്റ് അമർത്തുമ്പോ റൈറ്റിലേക്ക് അങ്ങോട്ട് മാറി മാറി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഇതാണ് കണ്ടിക. ഈ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഇല്ലേ, ഇപ്പോൾ ഇതിലൊരു സാരി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഇഞ്ചിൻ്റെ ഒരു ടിഷ്യൂ സാരിയാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസം ഫുൾ വേണം ഒരു സാരി ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും അത്രയും കൂടുതലാണ്. അവരതിൻ്റെ മുകളിൽ ഇരുന്ന് നെയ്ത് എടുക്കുന്നതാണ്. പിന്നെ പവർലൂം വെച്ച് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ സാരി. ശരിക്കും അതിൻ്റെ ഡിഫറൻസ് അറിയാം. നമ്മൾ ഉടുത്തിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പവർലൂം ഹാൻഡ്ലൂം തമ്മിൽ എന്താ പറയുക, ഭയങ്കര ഒരു എലഗൻ ലുക്കാണ് ഈ ഹാൻഡ്ലൂം എടുത്തതെന്നാൽ. അത് ശരിക്കും അത് ഉടുത്താൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. അത് എവിടെ ചെന്ന് നിന്നാലും അതൊരു വേറിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഹാൻഡ്ലൂം പ്രൊഡക്ട്സിൻ്റെ സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തുടക്കത്തിലേ ഞാനിങ്ങനെ ഈ ഹാൻഡ്ലൂം പ്രൊഡക്ട്സിൻ്റെ മുകളിൽ, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയ കാരണമാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത്. എല്ലാവരും അത് വാങ്ങിക്കുമോ, ഇപ്പോൾ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാതെ നമ്മൾ കയ്യിൽ വെച്ചിരുന്നിട്ട് അതാണെങ്കിൽ അത്രയും വില കൂടിയതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ മുകളിൽ ഭയങ്കര ആഗ്രഹമുണ്ട് അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് മുൻപായിട്ട് അതെല്ലാം ഞാൻ സ്റ്റോക്ക് വെക്കും കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ച് വീട്ടിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടിയും ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, സാരിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ സാരി കളക്ഷൻ ഞാൻ ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാം, ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.